ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാമ്പ് ഓഫീസിൽ വരെ ഒന്ന് പോവുകയാണേ. അപ്പം ഇതുണ്ട്, ഇവിടെയാണ് നമ്മുടെ ലേബേഴ്സ് താമസിക്കുന്നതും അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു 2-2.5 ഏക്കറോളം സ്ഥലം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ചയായിട്ട്, കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞൊരു മുന്നത്തെ ആഴ്ചയായിട്ടും ഇവിടെ കുറച്ച് പച്ചക്കറികളെല്ലാം കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും പിന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിക്കാനും പന്തലിട്ട് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വിത്തുകളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നട്ട് വയ്ക്കണം. അപ്പോൾ സൺഡേ മാത്രമേ നമുക്ക് ഓഫുള്ളൂ. അപ്പോൾ സൺഡേ മാത്രം നമുക്കിങ്ങനെ സമയം കിട്ടുള്ളൂ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നട്ട് വെച്ച പച്ചക്കറികൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് വെള്ളരിയാണേ. കണിവെള്ളരിയല്ല, അല്ലാതെ സാധാരണ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന വെള്ളരിയില്ലേ, അതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളിവിടെ അതിൻ്റെ അരിയെടുത്ത് ഇവിടെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് മുളകാണ്, മുളകും ഉണ്ട് ചീരയും ഉണ്ട്. ഇപ്പം മൊത്തം ഇതിനെ കാട് കയറി കിടക്കുവാണ്. ഈ ചീരയൊക്കെ നമുക്ക് കാട് കാരണം നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ച് കളയണം. പിന്നെ ഇതുണ്ട്, പയറുണ്ട്, അതുപോലെ തന്നെ വെണ്ടയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കണം, മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ പട്ടി ശല്യം കൂടുതലാണ്. അപ്പോൾ പട്ടിയെല്ലാം കയറി ഇങ്ങനെ മാന്തി കളയരുത്. അതുകൊണ്ട് നമുക്കൊരു വേലി പോലെ ചുറ്റും ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഇതുണ്ട്, ഇതിനൊരു വേലി പോലെ ഇങ്ങനെ കെട്ടിയായിരുന്നു. അപ്പം നമ്മളിന്ന് ഗ്രീൻ മാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ചുറ്റും ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നിത്യവഴുതനയും മത്തനുമാണ്. ഇതുണ്ട്, നിത്യവഴുതന നമ്മളിട്ടതെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിത്യവഴുതന ആയിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാ ദിവസവും കറി ഉണ്ടാവും. നിത്യവും വഴുതനക്കറിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ അതിനങ്ങനത്തെ പേരും വന്നത്. പിന്നെ ഇതുണ്ട്, മത്തനും ഇവിടെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഗ്രീൻ മാറ്റ് ഇടണം. പട്ടി ഇതിൻ്റെ അകത്തൂടെയും കയറുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതുണ്ട്, ഇവിടെ ഈ ക്യാമ്പിൽ ഇവിടെ തന്നെ നിന്നിരുന്നൊരു മാവാണ്. ഇതുണ്ട്, ബഡ് മാവ്. അധികം പൊക്കമൊന്നുമില്ല, നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ കയ്യെത്തി പറിക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ ഇതിനകത്ത് മാങ്ങയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, കണ്ണിമാങ്ങ പരുവമായിട്ടേ ഉള്ളേ. അപ്പം ഞാൻ ഒരെണ്ണം പറിച്ച് നോക്കി, നല്ല കമർപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് പണ്ടത്തെ കാര്യമൊക്കെ ഓർത്തു. പണ്ട് എത്ര കമർപ്പാണെങ്കിലും ചോട്ടി കിടക്കുന്നത് വരെയും പെറുക്കി തിന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. പിന്നെ അച്ചാറിടാൻ നോക്കിയപ്പോൾ അധികമൊന്നുമില്ല, 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. പിന്നെ നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ അച്ചാറിടാനൊന്നും എടുത്തില്ല. ഇതുകൊണ്ട് ഒരെണ്ണം പറിച്ച് നോക്കിയതേ ഉള്ളേ. പിന്നെ ഇവിടെ കുറച്ച് തെങ്ങെല്ലാം നിൽപ്പുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ വലിയ നീട്ട് പൊക്കമുള്ള തെങ്ങൊന്നുമല്ല, സാധാരണ ചെറിയ ബഡ് തെങ്ങ് പോലത്തെ ചെറിയ തെങ്ങാണ് കേട്ടോ. നമുക്ക് വലിയ പ്രയാസം കൂടാതെ നിലത്ത് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു തൊട്ടിയും കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം തേങ്ങയൊക്കെ ഉണ്ടാക്കി പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ട്, ഇതും പൂത്തിട്ടുണ്ട്, തെങ്ങും പൂത്തിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോവും. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഇറങ്ങണം. ഇപ്പോൾ ഏകദേശം ഒരു 8-9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12 മണിയോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.